ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം പാലും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. കൂടുതൽ പണിയൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പം അതിനായിട്ട് ഞാനിതവിടെ പാലെടുത്തിട്ടുണ്ട്. ഞാൻ 500 ml ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു 1/4 കപ്പ് പാൽ ഞാൻ ഇന്നിതാ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ കസ്റ്റാർഡ് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കസ്റ്റാർഡ് പാലിൽ മിക്സ് ആയിക്കോളും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ് നമുക്ക് പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി ഞാനിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കണം. പാല് ഒന്ന് തിളച്ച് വരണം. അപ്പം നമ്മൾ പാൽ ചൂടാക്കുന്ന സമയം പാല് കൈ വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാല് പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. കസ്റ്റാർഡും കൂടി ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പാല് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി പാലൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമില്ല, പഞ്ചസാര ചേർത്താലും മതി. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴായിരിക്കും. അതോട് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. പാലിതാപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ പാലൊന്ന് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ചൂടോടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റാർഡ് പാല് നമുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പാലൊന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതാ പുഡിങ്ങിനായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രൗൺ കളറുള്ള ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ബ്രെഡെല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഈ ട്രേയിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ബ്രെഡ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ബ്രെഡ് ഈ മിക്സിൽ അങ്ങ് നന്നായിട്ട് കിടക്കണം, മുങ്ങിക്കിടക്കും വിധത്തിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ നടുവിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കടിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, കഴിക്കുന്ന സമയത്ത് കടിക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇനി വീണ്ടും ഞാൻ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുപോലെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് അതിൽ മുങ്ങിക്കിടക്കണം, അതുകൊണ്ട് നന്നായിട്ട് തന്നെ പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ്സ് വെച്ചിട്ടോ നട്ട്സ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് മെയ്ഡും മുകളിലാക്കിയിട്ട് ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന്